ഈ വേനൽക്കാലത്ത് ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. കോടമഞ്ഞിലൂടെയൊക്കെ നടന്ന് ഇതുപോലത്തെ ഒരു കിഡിലൻ സൺറൈസ് വിഷ്വലൊക്കെ ആസ്വദിച്ച് കേരളത്തിലെ എണ്ണം പറഞ്ഞ കാട്ടാനകളിൽ ഒരാളായ ചില്ലിക്കൊമ്പന്റെ കാഴ്ചകളെല്ലാം കണ്ട് അവന്റെ വിശേഷങ്ങൾ ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും തന്നെ മനസ്സിലാക്കിയാലോ. കാട്ടിലെ ക്രൂരന്മാരായ വേട്ടക്കാരെന്നറിയപ്പെടുന്ന കാട്ടുപട്ടികളുടെ വേട്ടയൊക്കെ കണ്ട് അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചും നമുക്ക് ഈ യാത്രയിൽ മനസ്സിലാക്കാം. ചില്ലിക്കൊമ്പനും കാട്ടുപട്ടികളും മാത്രമല്ല, കാട്ടിയും വേഴാമ്പലും അടക്കം വലുതും ചെറുതുമായ പല മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ മൃഗസമ്പന്നമായ ഒരു യാത്രയ്ക്കാണ് ഇത്തവണ നമ്മൾ പോകുന്നത്. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങാല്ലേ? രാവിലെ 7 മണിക്ക് തന്നെ പോത്തുണ്ടിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് ഞാൻ നെല്ലിയാമ്പതി ചുരം കയറി. ചുരം കയറാൻ തുടങ്ങിയതും നമുക്ക് നമ്മുടെ ആദ്യത്തെ സൈറ്റും കിട്ടി. നല്ല അടിപൊളി ഒരു കാട്ടി. നെല്ലിയാമ്പതിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ മിക്ക സമയങ്ങളിലും ഇവൻ ഈ ചുരത്തിൽ തന്നെ കാണാൻ പറ്റും. ഇതുവഴിയൊക്കെ ഫുഡ് അടിച്ച് നടക്കുന്ന ഇവൻ ഒരു അല്പം പ്രശ്നക്കാരനാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവൻ ഇവിടെ ഫുഡൊക്കെ അടിച്ച് നിൽക്കട്ടെ, നമുക്ക് മെല്ലെ മുകളിലോട്ട് കയറാം. ഈ പോകുന്ന വഴിക്ക് നല്ല ബേർഡ്സ് ആക്ടിവിറ്റി ഉള്ള 1-2 സ്ഥലങ്ങളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണാൻ പറ്റുന്ന പലതരം പക്ഷികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഏഷ്യൻ ഫെയറി ബ്ലൂ ബേർഡ് എന്ന പേരുള്ള ലളിതയാണ് ഈ ഇരിക്കുന്നത്. ഇതൊരു ഫീമെയിൽ ബേർഡാണ്. ഇതിൻ്റെ മെയിൽ ബേർഡും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇന്ത്യയിൽ ഇവരെ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഓറഞ്ച് ഹെഡഡ് ത്രഷ്. കണ്ണിന് കുറുകെ 2 കുറിയിട്ടതുപോലെ വരകളുള്ളത് കൊണ്ടായിരിക്കണം ഇവരെ മലയാളത്തിൽ കുറിക്കണ്ണൻ കാട്ടുപുള്ളെന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒട്ടുമുക്കാലും വീഡിയോകളിൽ കാണുന്ന മണികണ്ഠനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മണികണ്ഠനും മഞ്ഞച്ചിന്നനും ഗൗളിക്കിളിയും അടക്കം ഒരുപാട് പക്ഷികൾ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ നെല്ലിയാമ്പതിയിൽ എത്തുമ്പോഴത്തേക്കിനും നേരെ സന്ധ്യയാവും. അതുകൊണ്ട് ഇവരുടെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വേഗം എടുത്തിട്ട് ഞാൻ മുകളിലേക്കുള്ള യാത്ര തുടങ്ങി. നെല്ലിയാമ്പതി ചുരത്തിലെ ഒരു സ്ഥിരം സാന്നിധ്യക്കാരാണ് ഈ കാണുന്ന സിംഹവാലൻ കുരങ്ങന്മാർ. ലൈൻ ടെയിൽഡ് മക്കാക്ക് എന്നാണ് ഇവരുടെ ഇംഗ്ലീഷിലെ പേര്. നെല്ലിയാമ്പതിയിൽ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവരത്ര നിസാരക്കാരായിട്ട് കാണണ്ട. ലോകത്തിൽ 4200 താഴെ സിംഹവാലൻ കുരങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ IUCN റെഡ് ലിസ്റ്റിലെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന ഇവരെ കൂടുതലായി നമുക്ക് കാണാൻ പറ്റുന്നത് നെല്ലിയാമ്പതിയിലും വാൽപ്പാറയിലുമാണ്. പലർക്കും നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളെയും കരിങ്കുരങ്ങുകളെയും തമ്മിൽ മാറിപ്പോകാറുണ്ട്. രണ്ടുപേരെയും നമ്മൾ കുരങ്ങെന്ന് വിളിക്കുമെങ്കിലും ഇവർ രണ്ടുപേരും 2 സ്പീഷീസിൽപ്പെട്ട ആൾക്കാരാണ്. സിംഹവാലൻ കുരങ്ങ് മക്കാക് സ്പീഷീസിലാണെങ്കിൽ കരിങ്കുരങ്ങ് ലങ്കൂർ സ്പീഷീസിലാണുള്ളത്. രണ്ടുപേരുടെയും ഭക്ഷണരീതിയും ജീവിതശൈലിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നീലഗിരി ലങ്കൂർ എന്നറിയപ്പെടുന്ന കരിങ്കുരങ്ങ്. ഇവർക്കും സിംഹവാലൻ കുരങ്ങിനും തമ്മിലുള്ള ഏക സാമ്യത ഇവരുടെ രണ്ടുപേരുടെയും ദേഹത്തിൻ്റെയും മുടിയുടെയും കളർ ഒന്നാണെന്നാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇവർ രണ്ടുപേരും തികച്ചും വ്യത്യസ്തരാണ്. നീലഗിരി ലങ്കൂറിന് നല്ല നീളമുള്ള വാലാണെങ്കിൽ സിംഹവാലൻ കുരങ്ങിൻ്റെ വാല് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും മുടിയുടെ സ്ട്രക്ചറും തികച്ചും വ്യത്യസ്തമാണ്. സിംഹവാലൻ കുരങ്ങിൻ്റെ മുടി നോക്കുകയാണെങ്കിൽ സിംഹത്തിൻ്റെ സട പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവരുടെ മുടി അതുപോലെയല്ല. നീലഗിരി ലങ്കൂറിനെയും സിംഹവാലൻ കുരങ്ങിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ ആകെയുള്ളത് 4 തരം കുരങ്ങന്മാരാണ്: ലൈൻ ടെയിൽ മക്കാക്, ബോണറ്റ് മക്കാക്, നീലഗിരി ലങ്കൂർ, ഗ്രേ ലങ്കൂർ. അതിൽ ആദ്യം പറഞ്ഞ 3 കുരങ്ങന്മാരെയും നമുക്ക് നെല്ലിയാമ്പതിയിൽ കാണാൻ പറ്റും. ഗ്രേ ലങ്കൂറിനെ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ പറ്റാത്തത്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ മെല്ലെ 14 മൈൽ വ്യൂ പോയിന്റിനടുത്തെത്തി. ഈ വ്യൂ പോയിന്റിന് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇല്ലിക്കാട് കാണാൻ പറ്റും. ഈ കാട്ടിൽ ആനയുടെ പ്രസൻസ് വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. പല സമയത്തും ഇവിടുന്ന് ആനയുടെ സൈറ്റിങ്സും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഇതാണ് 14 മൈലിലുള്ള വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള തമ്പുരാൻകാടിന്റെ ഭാഗത്തും നമുക്ക് ആനയെയും കാട്ടിയും ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയാണ്. അവ മെല്ലെ ആ ഇല്ലിക്കാടിനകത്തേക്കാണ് കയറിപ്പോകുന്നത്. അധികം വൈകാതെ അവൻ ഇല്ലിക്കാടിനകത്തുനിന്ന് മെല്ലെ പുറത്തേക്ക് വന്നു. നമ്മൾ താഴെ കണ്ട കാട്ടിയെക്കാട്ടിലും നല്ല സൈസുണ്ട് ഇവന്. ഇവൻ്റെ ഈ വിഷ്വൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തുനിന്ന് വേറൊരു സൗണ്ട് കേട്ടത്. അതെന്താണെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ആ ഇല്ലിക്കാട്ടിലെ ഇലകൾ അനങ്ങുന്നത് കണ്ടു.
അവിടുന്ന് കമ്പൊടിക്കുന്ന ഒച്ചയുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് ആനയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ആന എന്തായാലും പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേഗം 14 മൈൽ വ്യൂ പോയിന്റിന്റെ മുകളിലുള്ള റോഡിലേക്ക് എത്തി. അപ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച കാണുന്നത്. ആ ഇല്ലിക്കാടിനിടയ്ക്കൊന്ന് ഒരു തുമ്പിക്കൈ പുറത്തോട്ട് വരുന്നത് കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആനയുടെ ചെറിയൊരു വിഷ്വലും കിട്ടി. ഇവനീ നിൽക്കുന്നതിന്റെ പുറകിലായിട്ടും കമ്പൊടിക്കുന്ന ഒച്ചയുണ്ട്. അപ്പൊ എന്തായാലും ഇവൻ ഒറ്റയ്ക്കല്ല, കൂടെ വേറെ ആനകളുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അതൊരു കൊമ്പനാനയാണ് കേട്ടോ. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവന്റെ കൊമ്പ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കൊമ്പന്റെ പുറകെ കാട്ടിനകത്തുനിന്ന് 2 ആനകളും കൂടെ ഇറങ്ങി വന്നു. രണ്ടും പിടിയാനകളാണ്. എന്തായാലും നമ്മുടെ കൊമ്പനാള് ചില്ലറക്കാരനല്ല കേട്ടോ. 2 പിടിയാനകളുമായിട്ടാണ് ആശാന്റെ കറക്കം. കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മുടെ കൊമ്പൻ മെല്ലെ കാട്ടിനകത്തേക്ക് കയറിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ഈ 2 പിടിയാനകളും അവന്റെ പുറകെ കയറി പോവല്ലേ. നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് ചലിക്കാം. നമ്മളങ്ങനെ മെല്ലെ കൈകാട്ടി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ശരിക്കും തുടങ്ങുന്നത്. അതിനു മുമ്പ് ഫാമിലിയൊക്കെ ആയിട്ട് നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോൾ താമസിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ പരിചയപ്പെടുത്താം. നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാമിനടുത്താണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ നോക്കി വരുന്ന ഫാമിലീസിനൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഗീസർ ഫെസിലിറ്റീസും എല്ലാം ഇവിടെയുണ്ട്. സ്റ്റേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സ്റ്റേയിൽ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് കാരപ്പാറ റൂട്ടിലേക്കാണ്. നെല്ലിയാമ്പതിയിൽ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് സൈറ്റിംഗ് കിട്ടുന്നതും ഈ ഒരു റൂട്ടിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളിലൂടെയും കാപ്പിത്തോട്ടങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുത്തെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ നല്ല വൈൽഡ് ലൈഫ് പ്രസൻസ് ഉണ്ട്. ഒരു 2-3 ദിവസം മെനക്കെട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ തോട്ടങ്ങൾക്കകത്ത് വെച്ച് തന്നെ നമുക്ക് ആനയെയും കാട്ടുപട്ടിയെയും പുള്ളിപ്പുലിയും വരെ കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരപ്പാറ ഭാഗത്തുള്ള ഈ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലാണ് നമുക്ക് വേഴാമ്പലുകളെ കാണാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. വേഴാമ്പലുകളിലെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയണമെങ്കിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം. ചുവന്ന നിറത്തിലുള്ള മിഴികളാണ് വേഴാമ്പലിനുള്ളതെങ്കിൽ അത് ആൺവേഴാമ്പലാണ്. ഇനി ഈ ഇരിക്കുന്ന വേഴാമ്പലിനെ പോലെ വെള്ള നിറത്തിലുള്ള മിഴികളുള്ള വേഴാമ്പലിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് പെൺവേഴാമ്പലായിരിക്കും. ആയുഷ്കാലം മുഴുവൻ ഒരേ ഇണയുമായി ജീവിക്കുന്ന വേഴാമ്പൽ എല്ലാ വർഷവും കൂടുകൂട്ടുന്നതും ഒരേ മരത്തിലാണ്. മീറ്റിംഗ് സീസൺ ആയി കഴിയുമ്പം ആൺവേഴാമ്പലും പെൺവേഴാമ്പലും കൂടെ ഒരുമിച്ച് വന്നാണ് അവരുടെ കൂട് വൃത്തിയാക്കുന്നത്. കൂടെല്ലാം വൃത്തിയാക്കി മീറ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ പെൺവേഴാമ്പൽ മെല്ലെ കൂട്ടിനകത്തേക്ക് കയറും. കൂട്ടിനകത്ത് കയറിയതും പെൺവേഴാമ്പൽ ആദ്യം ചെയ്യുന്നത് ആ കൂടിൻ്റെ വാതിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആ കൂട്ടിനകത്തുള്ള മണ്ണും കാഷ്ടമൊക്കെ ഉപയോഗിച്ചായിരിക്കും പെൺവേഴാമ്പൽ ഈ കൂടിൻ്റെ വാതിലടയ്ക്കുന്നത്. വാതിലടച്ചു കഴിഞ്ഞെങ്കിൽ ആൺവേഴാമ്പലിൻ്റെ കൊക്ക് അകത്തേക്ക് പോകാനും മാത്രമുള്ള ഗ്യാപ്പ് ആ കൂടിനുണ്ടാവുകയുള്ളൂ. ഇനി 2 മാസക്കാലത്തോളം മുട്ടയ്ക്കടയിരിക്കുന്ന ഈ പെൺവേഴാമ്പലിനെ തീറ്റിപ്പോറ്റേണ്ടത് നമ്മുടെ ആൺവേഴാമ്പലിൻ്റെ കടമയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇവന്റെ എല്ലാ പറക്കലുകളും സ്വന്തം ഇണയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം തേടിയായിരിക്കും. മിക്കവാറും സമയങ്ങളിൽ കായ്കളും പഴങ്ങളും ഒക്കെ ആയിരിക്കും ഇവൻ പെൺവേഴാമ്പലിന് കൊടുക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ പാമ്പുകളെയോ പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുമുണ്ട്. ഇനി മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെയും പാമ്പുകളെയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടും. അത് കൂടിനകത്തിരിക്കുന്ന കുഞ്ഞിന് പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മാസത്തെ അടയിരിപ്പിന് ശേഷം തള്ളപ്പക്ഷി പുറത്തു വന്നു കഴിഞ്ഞെങ്കിൽ അച്ഛനും അമ്മയും ചേർന്നായിരിക്കും പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത്. കാപ്പിത്തോട്ടത്തിനകത്തേക്ക് നീ ഒരു മ്ലാവിനെ നോക്കി നിൽക്കുമ്പോഴാണ് വേറൊരു അടിപൊളി കാഴ്ച കണ്ടത്. ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഇവനാണ് സാക്ഷാൽ ചില്ലിക്കൊമ്പൻ. തോട്ടത്തിനകത്തുള്ള പ്ലാവുകളിലെ ചക്കയിട്ട് തിന്നാൻ വന്ന് നിൽക്കുന്ന നിപ്പാണ് ആശാൻ. എന്തായാലും 2-3 ചെറിയ ചക്കകൾ താഴെ വീണിട്ടുണ്ട്. അതെല്ലാം തിന്നു കഴിയുമ്പോഴത്തേക്കിനും ആശാമെല്ലാം കാപ്പിത്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ചില്ലിക്കൊമ്പൻ ശരിക്കും ഒരു ചക്കക്കൊതിയനാണ്. നെല്ലിയാമ്പതിയിൽ എവിടെയൊക്കെ ചക്കയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇവനെ കാണാൻ പറ്റും. നല്ല ബലമുള്ള പ്ലാവൊക്കെ ആണെങ്കിൽ മരത്തിൻ്റെ മുകളിലേക്ക് ചവിട്ടി നിന്ന് വരെ ഇവൻ ചക്കയിടാറുണ്ട്. അവനെന്തായാലും അവൻ്റെ പരിപാടി തുടങ്ങി. ചക്കയൊക്കെ കഴിച്ചിട്ട് അവൻ മെല്ലെ പുറത്തേക്ക് വരട്ടെ. നമുക്ക് അവന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ചില്ലിക്കൊമ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവരെ കാണുന്നത്. ഇതാണ് ഡ്രാക്കോ. വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന ഒരുതരം ഗ്ലൈഡിംഗ് ലിസാർഡ്സ് ആണ് ഇവർ. ആ മുന്നേ പോകുന്നതാണ് ഫീമെയിൽ ലിസാർഡ്. പുറകിലാ പോകുന്നില്ലേ, അതാണ് മെയിൽ. മീറ്റിങ്ങിന് വേണ്ടി ആശാൻ കാണിക്കുന്ന പരാക്രമങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെയാണ് ഇവരുടെ മീറ്റിംഗ് സീസൺ. ഫീമെയിൽ ലിസാർഡ് മെയിൽ ലിസാർഡിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു മാറിയിരിക്കുന്നത് കണ്ടോ. കാണാൻ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും മെയിൽ ഡ്രാക്കോസ് സ്വന്തമായിട്ട് ടെറിട്ടറി വരെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഡ്രാക്കോയുടെ പരാക്രമങ്ങൾ മാത്രമല്ല കേട്ടോ, ഇതിനിടയ്ക്ക് ചെറിയൊരു ഹണ്ടും നമുക്ക് കിട്ടി. ഒരു ഉടുമ്പും കുഞ്ഞ് ഒരു തേളിനെയും പിടിച്ചിരിക്കുന്നത് കണ്ടോ. ചില്ലി പുറത്തോട്ടിറങ്ങുന്നതും കാത്തിരുന്ന ആ ഒരു നീണ്ട കാത്തിരിപ്പുണ്ടല്ലോ, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയത് ഈ ഉടുമ്പും ഡ്രാക്കോയും പിന്നെ ഈ കാണുന്ന മലബാർ വിസിലിംഗ് ത്രഷും ഒക്കെയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളെ പോസ്റ്റാക്കിയിട്ടാണ് ചില്ലി സാറ് മെല്ലെ പുറത്തേക്ക് വന്നത്. നല്ല ഫാൻ ബേസുള്ള ഒരുപാട് കാട്ടാനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സൽസ്വഭാവത്തിൻ്റെ പേരിൽ ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച 2 കൊമ്പന്മാരേ ഉള്ളൂ, ഏഴാറ്റുമുഖം ഗണപതിയും ചില്ലിക്കൊമ്പനും. ചില്ലിക്കൊമ്പനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ആ കാര്യങ്ങളും കഥകളും ഒക്കെ ഞാൻ പറയുന്നതിലും നല്ലത് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നതാണ്. ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതിക്കാരനല്ല ശരിക്കും. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വാൾപ്പറിഞ്ഞ് വന്ന് നെല്ലിയാമ്പതിക്കാരുമായിട്ട് ഇണഞ്ഞു ചേർന്നു അദ്ദേഹം. പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് പറഞ്ഞാൽ വീട് തട്ടി തുറക്കും. എന്നാലും ഉപദ്രവമൊന്നുമില്ല, പൊളിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ തട്ടി തുറക്കും. അപ്പോൾ ആൾക്കാർ തുറക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ശല്യങ്ങളില്ല. നെല്ലിയാമ്പതിക്കാരനെ പോലെ തന്നെ ഒരു ശല്യമില്ലാത്ത ഒരു ആളാണ് ആന, നമ്മുടെ ചില്ലിക്കൊമ്പൻ. 28-ാം തീയതി മാർച്ച് ഞങ്ങളുടെ ഉത്സവമാണ്. ഇങ്ങനെ ഈ ഉത്സവത്തിന് അദ്ദേഹത്തിനെയാണ് ആദ്യം മുന്നിൽ നിർത്തിയിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അയാളെ നോക്കിയിട്ടാണ് ഞങ്ങൾ ആദ്യം പിന്നെ മറ്റുള്ള ആനകളെ വരുത്തുക. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ മുന്നിൽ ഒരു എന്താ പറയുക ഉത്സവത്തിൻ്റെ തിടമ്പെടുന്നെൽപ്പ് അദ്ദേഹത്തിനാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. എന്തായാലും ചില്ലിക്കൊമ്പനപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഒരു 10-15 വർഷമില്ലേ, 15 വർഷം മേലെയാവും. 15 വർഷത്തിന് മേലെയാവും. ചില്ലിക്കൊമ്പൻ ഞങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ അത്ര ആളില്ല, ചെറിയ കൊമ്പായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി വളർന്നപ്പോൾ അന്ന് ചെറിയ കൊമ്പായിരുന്നു ചില്ലിക്കൊമ്പൻ പേരിട്ടത്. ചില്ലിക്കൊമ്പൻ പേരിട്ടത് നെല്ലിയാമ്പതിക്കാരാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലൈനുകൾ. അതായത് നമ്മൾ നമ്മൾ ചില്ലിക്കൊമ്പ് തൊട്ടാ പൊളിഞ്ഞു പോകുന്ന അങ്ങനത്തെ പ്രകൃതമുള്ള ലൈനുകളാണ് ഇതാക്കില്ല. പക്ഷേ അദ്ദേഹം വരും, പുറകിൽ കൂടെ വരും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ ആ പാടികളിലെല്ലാം പോകും. അമ്പലത്തിൻ്റെ പരിസരത്ത് അങ്ങനെയൊക്കെ ചുറ്റും. അവിടെ കരിമ്പിൻ്റെ എല്ലാം ഉണ്ട്. എന്നിട്ട് അത് തൊടില്ലത്. അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിന് കുറച്ച് നേരം നിന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതക്കാരനെ നമ്മൾ ആട്ടി ഓടിക്കാനും കൂടി നമുക്ക് മനസ്സ് വരില്ല. എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ കൂടി ആട്ടി ഓടിക്കാൻ മനസ്സ് വരില്ല. കാരണം അത്രയും സാധനമായതുകൊണ്ട് അങ്ങനെ ഒരു ആന ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിപ്പോയി. രാത്രി കാലങ്ങളിൽ നമ്മൾ ആന ഉണ്ട് പറഞ്ഞ് പേടിച്ച് മറ്റുള്ള ഇപ്പോൾ വയനാട് ഇടുക്കി പോകുന്ന സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ നമ്മൾ രാത്രി നടക്കുമ്പോൾ ആനയുണ്ട് അവിടെ പോയി വെച്ചാൽ തട്ടും എന്നുള്ള പേടി ഈ ആനെ കൊണ്ടുള്ളത് ഇല്ല. ആന ഉണ്ടെങ്കിൽ കൂടി നമുക്ക് തട്ടി ഒരു സിഗ്നൽ എന്തെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ മിക്കവാറും ഈ സ്റ്റോർ റൂമിനകത്ത് രാത്രി കിടക്കാൻ വരികയാണ്. ഇവിടുത്തെ വാച്ചറാണ്. വരുമ്പോൾ ആന ഉണ്ടെങ്കിൽ കൂടി നമുക്ക് തട്ടി ഒരു സിഗ്നൽ തരും. ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള സിഗ്നൽ തരും. അതായത് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇവിടെ വെളുപ്പിന് 4 മണിക്കാണ് ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത് 8 മണിക്ക്, രാത്രി 8 മണിക്കാണ്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് അവിടെ ആന നിൽക്കുന്നത് പറഞ്ഞാലും ആ ചില്ലിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകെ അങ്ങനെ പോകും. അപ്പോൾ അത്രയും സൗമ്യക്കാരനാണെന്ന് പറയണം. അതെ, ഒരു സൗമ്യനായ ശാന്തനായ ഇതുമാതിരിയുള്ള ഒരു കാട്ടാന നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അരിക്കൊമ്പൻ മറ്റുള്ള പടയപ്പ മറ്റുള്ളത് കബാലി എല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ചില്ലിക്കൊമ്പന്മാർ ഒരു ശാന്തനും സൗമ്യനുമായ ഒരാണിന് കേരളത്തിൽ ഇതുവരെ വന്യജീവി ആനകളിൽ കണ്ടിട്ടില്ല. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ ചില്ലിക്കൊമ്പനാണ്. അതെ അതെ അതെ, നെല്ലിയാമ്പതിക്കാരുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തന്നെ ആനയ്ക്കും. അതാണ് കേരളത്തിൽ നെല്ലിയാമ്പതി നേരത്തെ അറിയപ്പെട്ടത് പാവങ്ങളുടെ ഊട്ടി എന്നാണ്. അതെ, ഇപ്പൊ ചില്ലിക്കൊമ്പന്റെ നാടിനാണ്. അതാണ്. അല്ല, ഇടക്കാലത്ത് ഈ ചില്ലി ഒരു 7-8 മാസം കാണാതായി. ഇവിടെ അന്വേഷിക്കാത്ത ഒരാളും ഇല്ല. അതിന് ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്തും നമ്മുടെ ചില്ലി എവിടെയാണെന്നുള്ള ഒരു അന്വേഷണം. അപ്പോൾ അത്രത്തോളം അതുമായിട്ട് ചേർന്ന് പോയി. നെല്ലിയാമ്പതിക്കാർക്ക് ചില്ലിക്കൊമ്പനോടുള്ള ആത്മബന്ധം എന്താണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും. ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരും ചില്ലിക്കൊമ്പൻ്റെ അടുത്തേക്ക് സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഓടിക്കയറി പോയേക്കരുത്.
വന്യമൃഗമാണ്. എപ്പോൾ വേണമെങ്കിലും അവൻ്റെ സ്വഭാവം മാറാം. ഇവിടെ മാത്രമാണ് ഇവൻ ഇത്ര ശാന്തനായിട്ട് നിൽക്കുന്നത്. നെല്ലിയാമ്പതി മല ഇറങ്ങിയെങ്കിൽ ഇവനൊരല്പം കുഴപ്പക്കാരനാണ്. പണ്ട് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീപ്പൊക്കെ ഇവൻ കുത്തിമറിച്ചിടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അതുകൊണ്ട് ആനയുടെ അടുത്ത് പോയി പണി മേടിക്കാതിരിക്കുക. ചെല്ലിക്കൊമ്പൻ്റെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് നേരം പോയതറിഞ്ഞില്ല. വൈകുന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ കുട്ടിക്കൊമ്പനെ കരടി എസ്റ്റേറ്റിന് അടുത്തുനിന്ന് കിട്ടിയത്. ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഇവൻ ആ താഴെയുള്ള അരുവിയിൽ നിന്ന് കുളിച്ചിട്ട് കയറി വരികയായിരുന്നു. വണ്ടി നിർത്തി ക്യാമറയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കിനും ആശാനിങ്ങി മേളിലെത്തി. നമ്മുടെ കുട്ടിക്കൊമ്പൻ എന്തായാലും നല്ല കളിക്കാനുള്ള മൂഡിലാണ് കേട്ടോ. കുറച്ചേരം അവിടെ തറയിലൊക്കെ കടന്ന് ഉരുണ്ടിട്ട് ആശാന്തെ മെല്ലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് മേത്ത് മൊത്തം മണ്ണ് പറ്റിക്കാനായിട്ടായിരുന്നെന്ന് തോന്നുന്നു അവൻ ആ തറയിൽ കടന്ന് ഉരുണ്ടത്. താഴെയൊക്കെ മണ്ണായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആശാന്തെ ഇപ്പം മേത്തോട്ട് മണ്ണ് വാരി ഇടുക. പിന്നെ നിലത്ത് കടന്നുരുളുന്നു. ഇവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മേത്ത് ഇതുപോലെ മണ്ണും ചെളിയും ഒക്കെ വാരി എറിഞ്ഞാണ്. കൊച്ചുകുട്ടികളെ ഫ്രീ ആയിട്ട് വിടുമ്പോഴത്തേക്കിനും അവർ മണ്ണിലൊക്കെ കളിക്കില്ല. ഏകദേശം ആ ഒരു രീതിക്കായിരുന്നു ഇവന്റെ കളിയൊക്കെ. കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ട് ഇപ്പതേ മേത്ത് മൊത്തം മണ്ണും തേച്ച് ചുവന്ന കളറിലാണ് ആശാന്റെ നിപ്പ്. എന്തായാലും ഇവനിങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ദേഹം മൊത്തം നനഞ്ഞിരുന്നതുകൊണ്ട് മണ്ണൊക്കെ ശരിക്കും ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു ആനക്കുട്ടൻ. സംഭവബഹുലമായ ഒരു ദിവസത്തെ കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ആശാന്റെ നിപ്പ്. അവനിനി മിക്കവാറും ആ കാപ്പിത്തോട്ടത്തിനകത്തേക്കായിരിക്കും കയറി പോകുന്നത്. അവൻ കാപ്പിത്തോട്ടത്തിനകത്തോട്ട് മെല്ലെ കയറി പോകുന്നുണ്ട്. നമുക്കിനി 14 മൈൽ വ്യൂ പോയിന്റിൽ പോയി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാം. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ വിഷ്വൽസ് ഒരു വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് എടുത്താണെന്ന് പറഞ്ഞെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നല്ല അടിപൊളി ലൈറ്റിംഗ് അല്ലേ? ഈ ഒരു ലൈറ്റിങ്ങിൽ നമുക്കൊരു വേഴാമ്പലിനെ കണ്ടാലോ? നെല്ലിയാമ്പതിയിലേക്ക് നിങ്ങൾ വരുമ്പം കാടും നാടും ഉണരുന്ന ഈ സമയത്തെ കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. രാവിലത്തെ കാഴ്ചകളെല്ലാം കണ്ടുവരുമ്പോഴാണ് ഈ മ്ലാവ് റോഡ് സൈഡിൽ കിടക്കുന്ന കണ്ടത്. കഴുത്തിൽ ബൈറ്റ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കടുവയോ പുലിയോ ഒന്നുമല്ല. ഇത് മിക്കവാറും കാട്ടുപട്ടികളുടെ പണിയാകാനാണ് സാധ്യത. കണ്ടു കഴിഞ്ഞതും റോഡിലൂടെ ഏതെങ്കിലും വണ്ടി വന്നതുകൊണ്ട് അവർ ഇവിടുന്ന് ചിലപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പാക്ക് ഈ പരിസരത്ത് തന്നെ കാണും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാട്ടുപട്ടികളുടെ ഇത്രയും വലിയൊരു പാക്കിനെ കാണുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ കാട്ടുപട്ടികളുടെ ഒരു വലിയ പാക്കിനെ കണ്ടത് മസനഗുഡി വെച്ചാണ്. പക്ഷേ അത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ചെറുതും വലുതുമായിട്ട് 20ന് മുകളിൽ കാട്ടുപട്ടികളാണ് ഈ ഒരു പാക്കിലുള്ളത്. ഞാൻ തന്നെ ഇപ്പോൾ ഈ പോകുന്ന ഗ്രൂപ്പിൽ നിന്ന് 20 എണ്ണത്തിനേ ഉള്ളൂ. ഇത് കൂടാതെ ഒരു 5-6 എണ്ണം മുന്നേ പോയിട്ടുമുണ്ടായിരുന്നു. ഇവർ ഈ മ്ലാവിനെ കൊന്നിട്ടിരിക്കുന്നത് പുലിയമ്പാറ ടൗണിനടുത്ത് തന്നെയാണ്. എക്സാക്ട് ലൊക്കേഷൻ പറയാനാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഫാമിൻ്റെ തൊട്ടടുത്ത്. ഇവരുടെ കില്ല് കിടക്കുന്നത് റോഡ് സൈഡിലാണല്ലോ. റോഡിലൂടെ ഇപ്പോൾ ചെറുതായിട്ട് 2 വീലറുകളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്.
റോഡിലെ തിരക്ക് കൂടുന്നതിന് മുമ്പ് ഇവർക്ക് ആ കില്ല് തിന്നു തീർക്കാൻ പറ്റുമെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. പുലയമ്പാറയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ആ നേരെ താഴെ കാണുന്നത്. അതുവഴി അടുത്ത വണ്ടി ഇനി എപ്പോഴാണ് വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ആ വണ്ടി വരുന്നതിന് മുമ്പ് ഇവർക്ക് പറ്റാവുന്ന അത്ര ഇറച്ചി അകത്താക്കണം. സമയവും വിശപ്പും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. കില്ലിനടുത്തെത്തിയതും നമ്മുടെ വൈൽഡ് ഡോഗ്സ് പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. ഇപ്പോൾ കഴിക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളാണ്. 2-3 അഡൽട്ട് ഡോഗുകൾ മാത്രമാണ് ആ കൂട്ടത്തിലുള്ളത്. അവർ കാര്യമായിട്ട് കഴിക്കുന്നുമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ചുറ്റും നിന്ന് വേറെ ആരെങ്കിലും അതുങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ പാക്ക് ഈ കില്ലിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആദ്യം കഴിക്കാൻ വന്നത് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ കുഞ്ഞുങ്ങളെല്ലാവരും വയറിനകത്തേക്കാണ് മുഖം കുത്തിക്കയറ്റുന്നത്. ഇവരുടെ പല്ലുകൾക്ക് വലിയ ബലമില്ലാത്തതുകൊണ്ട് കട്ടിയുള്ള ഇറച്ചി ഇവർക്ക് കടിച്ചു പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ഹൃദയവും ലങ്സും പാൻക്രിയാസും ലിവറും ഒക്കെയാണ്. ഈ ഇറച്ചിയൊക്കെ കഴിച്ച് അവരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവർ പുറകിലേക്ക് മാറും. അത് കഴിഞ്ഞ് വലിയ പട്ടികൾ വന്ന് മിച്ചമുള്ളത് മൊത്തം തീർക്കും. പെട്ടെന്നായിരുന്നു ഒരു വൈൽഡ് ഡോഗ് ഒച്ചയിട്ടത്. അത് കഴിഞ്ഞതിൻ്റെ എല്ലാവരും കൂടെ പല വഴിക്ക് ചെതറി ഓടുകയായിരുന്നു. ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കില്ല് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെന്തായാലും ആ കില്ല് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. നമുക്ക് ഇവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചും ഹണ്ടിങ് രീതികളെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാലോ. ധോൾസ് മറ്റു നായ്ക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് അവർ സമൂഹമായി ജീവിക്കുന്നൊരു ജീവികളാണ്, സാമൂഹ്യ ജീവികളാണ്. ഒരു ആൽഫയുടെ കീഴെ 10 മുതൽ 20-30 അംഗങ്ങൾ സാധാരണ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഹണ്ടിങ് ആണ് ഒരുപക്ഷെ ഏറ്റവും ത്രസിപ്പിക്കുന്ന കാഴ്ചകളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അവരുടെ ഇടയിലുള്ള കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, വിസിൽ, നാം ചൂളം വിളിക്കുന്ന അതേ ഒച്ചയിലുള്ള വിസിലിലൂടെ ഒരു സംഭാഷണവും സന്ദേശവും പ്രകൃതിയിലൊരു കാഴ്ച തന്നെയാണ്. തൻ്റെ ഇരയെ വളഞ്ഞ് സാധാരണ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും അവർ നയിക്കുക, പാക്ക് നയിക്കുക. വെള്ളത്തിൽ വീഴ്ത്തിയ ശേഷം, വെള്ളത്തിൽ ഇറക്കിയ ശേഷം വളഞ്ഞ് ഏറ്റവും അനുഭവങ്ങളുള്ള ആൽഫ ഡോഗ് താഴത്തേക്ക് നീന്തിച്ചെന്ന് അതിനെ സാധാരണ വെള്ളത്തിൽ മുക്കുന്നത് കാണാം. മുക്കി തളർത്തിയ ശേഷം സാധാരണ മീഡിയം സൈസ് വരെയുള്ള സാമ്പാറുകളെ വലിച്ച് കരക്കടുപ്പിക്കും. അതിനുശേഷമാണ് ജീവനോടെ അവർ ഭക്ഷണം കഴിക്കുക. ജീവനോടെ തിന്നാൻ കാരണം ക്രൂരന്മാരായതുകൊണ്ടൊന്നല്ല, മ്ലാവിൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ സാധാരണ അവർ 1-2 പേർ കടിച്ചു പിടിക്കും, ബാക്കിയുള്ളവർ പുറകിൽ നിന്ന് ഏറ്റവും മൃദുവായ ഭാഗം വയറും റമ്പും പൊളിച്ച് ഇൻറ്റേർണൽ ഓർഗൻസ് ആദ്യം കഴിക്കും. പിന്നെ അവരെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. യാതൊരു കലഹങ്ങളോ ഉണ്ടാവാറില്ല. കുട്ടികൾക്കും ദുർബലർക്കും അവർക്ക് ധാരാളം മാറിക്കൊടുക്കുന്നത് കാണാം. ഇനി കുട്ടികളില്ലെങ്കിൽ തന്നെ കഴിക്കുന്ന ഭക്ഷണം വിഴുങ്ങി തങ്ങളുടെ താവളങ്ങളിൽ ചെന്ന് റീഗർജിക്കേറ്റ് ചെയ്യും, പുറത്തേക്കെടുത്തവർക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ വന്യത മാത്രമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക, മറിച്ച് സാമൂഹ്യ ബന്ധങ്ങൾ, അവരുടെ അന്യോന്യമുള്ള ബഹുമാനങ്ങൾ, അവരുടെ കുടുംബത്തോടുള്ള പ്രതിപത്തിയും ആ സ്നേഹവും നമ്മളെ ഹഠാത് ആകർഷിക്കും. എനിക്ക് തോന്നുന്നത് സാധാരണക്കാർ വളരെ ക്രൂരമായി ചിന്തിക്കും, പക്ഷേ ഈശ്വരൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, അവരങ്ങനെയാണ് ഈ അതിജീവനത്തിനുള്ള അഡാപ്റ്റേഷൻ അവർ നടത്തിയതും അങ്ങനെയാണ്. എനിക്ക് പക്ഷേ ഏറ്റവും സുന്ദരമായ മൃഗങ്ങൾ വെസ്റ്റേൺ ഗട്ട്സിലത്തെ എനിക്ക് തോന്നുന്നത് വൈൽഡ് ഡോഗ്സ് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇത്തവണത്തെ നെല്ലിയാമ്പതി യാത്ര എനിക്ക് സമ്മാനിച്ചത്. ഈ യാത്രയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെയും കാടിനെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.